തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ഷോപ്പൊന്നുമല്ല. ഇവിടെ അത്യാവശ്യം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു ചെറിയ ഷോപ്പാണ്. പക്ഷേ ഇതിനകത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവാണ്. അതായത് നമ്മൾ ഈ ഹാമ്പർ പോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഓൺലൈനായിട്ടല്ലാതെ പെട്ടെന്ന് എമർജൻസി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പോയാണ് വാങ്ങുന്നത്. അതെന്താ എമർജൻസിക്ക് മാത്രം വാങ്ങണമെന്നല്ല, ചില സാധനങ്ങൾ ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുറേ സാധനമൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ 3-4 സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി മാറ്റി വാങ്ങി വെച്ച സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അവരാദ്യം പറഞ്ഞൊരു ബുക്ക് എനിക്കൊരു റെഫറൻസ് പിക്ക് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ മോഡലിൽ തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സെയിം അവസാനം ചെയ്ത് വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഡിറ്റോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ്, ലീഫും അതിൻ്റെ കമ്പൊക്കെ കളഞ്ഞിട്ട് വെറും ഫ്ലവർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് ഒരു ബഞ്ചാക്കി അതിൽ തന്നെ കെട്ടിയിട്ട് ഇതേപോലുള്ള ഒരു ഷീറ്റ്, എന്താ പറയുക, ഇതൊരു ക്ലോത്ത് വെച്ചിട്ടാണ് കവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ആ ഫ്ലവറിൽ വെച്ച് തന്നെ കുറച്ചൊന്ന് പൊക്കിയിട്ട് എല്ലാം കൂടി കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ബൊക്കയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ബോൾ കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെ ആയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ബീഡ്സ് എല്ലാം കൂടി വെച്ച് കൊടുക്കുമ്പോൾ സെറ്റ് ആകും കേട്ടോ. അപ്പോൾ ഈ ഒരു റിബൺ എന്ന് പറഞ്ഞാൽ മീറ്ററിന് 30 രൂപയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു റോളൊന്നും വാങ്ങാനൊന്നുമില്ല. കാര്യം വേറെ ഒന്നുമില്ല, അത്യാവശ്യം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാമ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ റിബൺ വാങ്ങുമ്പോഴത്തേക്കും കുറേയൊക്കെ മിച്ചം വരാറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം കൂടി വാങ്ങിച്ച് കൂട്ടി അത്രയും എമൗണ്ടുള്ള സാധനം വാങ്ങിയിട്ട് പിന്നീട് വീണ്ടും അത് യൂസ് ആയിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാനത് വാങ്ങാനൊന്നുമില്ല. അതിൻ്റെ ഒരു റോള് ഏതാണ്ട് 200-250 രൂപയോളം അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മീറ്റർ കണക്കിന് അങ്ങനെ ചെറിയ മീറ്ററായിട്ട് കട്ട് ചെയ്ത് വാങ്ങാമായിരുന്നു. പിന്നെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മീഡിയം അളവിലുള്ള ചെറിയൊരു ഹാമ്പറാണ്. അതിനകത്തെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റാണ് അവർ പറഞ്ഞിരുന്നത്. ചോക്ലേറ്റ് എന്നല്ല, ഇതിനകത്ത് ഫെറോഷർ മാത്രം വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെറോഷർ ഒരുപാട് വെക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് ഇത്രയും വെക്കാണ്ട് ഒരു 7-8 എണ്ണം ആ ഒരു അളവിൽ വരുന്ന കണക്കിനാണ് ഫെറോഷർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് തന്നെ ഞാനിത് കവർ ചെയ്യാനായിട്ട് 2 കളറിലുള്ള ക്ലോത്തല്ല നെറ്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. വയലറ്റും അതുപോലെ തന്നെ ഗോൾഡും. അപ്പോൾ അതുകൂടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടി അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ്, ഒരുപാടൊന്നുമല്ല, ഒരു 3-4 ഫ്ലവേഴ്സ് കൂടി വെച്ചിട്ടാണ് പിന്നെ ഈ റിബണും കൂടി കെട്ടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു സാധനം, അതായത് ഒരു ബോക്സാണ്. ബോക്സ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ബോക്സാണ്. അപ്പോൾ അത് കടയിൽ ഇങ്ങനൊരു വാങ്ങിയിട്ട് നമ്മൾ പിന്നീട് അത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലിതുപോലെ 2 സൈഡിലൊക്കെ ആയിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് 2 പിടിയുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം വിചാരിച്ചത് ചെരുപ്പും അതുപോലെ തന്നെ ഒരു പെർഫ്യൂം തന്നിട്ടുണ്ടായിരുന്നു, അതുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ അത് വെച്ചിട്ട് ചെരുപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അത് അടയ്ക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ പിന്നീട് അവസാനം അതിനകത്ത് പെർഫ്യൂം മാത്രം മതി എന്നുള്ള രീതിയിൽ ആ ഒരു തീരുമാനത്തിലെത്തി. പിന്നെ വീണ്ടും ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ്. അതും അത്യാവശ്യം ചെറിയ ഒരു ഇതൊന്നുമല്ല, ട്രേ വന്നിട്ട് കുറച്ചുകൂടി ഒരു മീഡിയം, അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അവർ പറഞ്ഞതിൽ ചോക്ലേറ്റെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് അതും ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തേക്കണം. അതിനകത്ത് വേറെ കളേഴ്സൊന്നും കൊടുത്തിട്ടില്ല, വെറും വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഒരു കുഞ്ഞി കൈ കാണുന്നുണ്ട്, അതെൻ്റെ മോളാണ്. ഇതുപോലുള്ളതൊക്കെ കാണുമ്പോൾ ആൾക്ക് ചെയ്യാനൊക്കെ ഒരു ത്വരയിട്ടിരി കൂടുതൽ. പിന്നെ വന്നിട്ട് ഈ ഒരു ട്രേ ആണ് ഞാൻ വാങ്ങിയതിൽ, അതായത് ഈ ഹാമ്പറിന് വേണ്ടി വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ട്രേ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിലും നേരിട്ട് കാണാൻ ഇതിലും നല്ല ഭംഗിയാണ്. ഇതിനകത്ത് ഒരു ഫോയിലിംഗ് ആണോ, ആ ഒരു ടൈപ്പാണ് അതിനകത്ത് അവരിങ്ങനെ അകത്തോട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ റേറ്റ് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ വെച്ചാണ് നമ്മൾ 2 ടൈപ്പിലുള്ള നട്ട്സാണ് ആകെ അതിനകത്ത്, 2-3 ടൈപ്പ്, ഒരു കുഴിക്കകത്ത് തന്നെ 2 കുഴിക്കകത്ത് തന്നെ ഒരേപോലെയുള്ളത് അങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ഡ്രസ്സ് വയ്ക്കാനായിട്ട് ഉള്ളതിൽ ഏറ്റവും വലിയൊരു ട്രേ ആണ് എടുത്തേക്കുന്നത്. അതിനകത്ത് അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത്, ലെഹങ്ക അല്ല കേട്ടോ, ഇത് എന്താ പറയുക, ലെഹങ്കയല്ല, വേറൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സും അതിനകത്ത് ചെരുപ്പും കൂടി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ എല്ലാം നമ്മളതുപോലെയൊക്കെ ചെയ്തിട്ട് ഹാമ്പറെല്ലാം ഫുൾ സെറ്റായി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസമായിരുന്നു എൻഗേജ്മെൻറ്റ്. ഇതായിരുന്നു ടോട്ടൽ നമ്മൾ ചെയ്തെടുത്ത ആ ഒരു ഹാമ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയായിരുന്നു.
ഇത് മുഴുവനും കൊടുത്ത് വന്നതിന് കഴിഞ്ഞ ശേഷമായിരുന്നു അവരുടെ കോള് വീണ്ടും വന്നത്. അപ്പോൾ വീണ്ടും അവർക്ക് 2-3 ഹാമ്പർ അഡീഷണൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കൊടുത്തിരുന്നതെല്ലാം നമ്മൾ ആ പെർഫ്യൂം വെച്ചിരുന്ന ആ ഹാമ്പർ അങ്ങ് മാറ്റിയിട്ട് അതിനകത്ത് കുറച്ചുകൂടി ഡെക്കറേറ്റ് വരുമ്പോൾ വീണ്ടും ഫ്ലവേഴ്സ് കയറി വരുന്നുണ്ട്. അത് മാറ്റിയിട്ട് വുഡിൻ്റെ ഒരു ചെറിയൊരു പെർഫ്യൂം വയ്ക്കാൻ പറ്റുന്ന കണക്കിനുള്ള ചെറിയൊരു വുഡിൻ്റെ ഒരു ട്രേ ആയിരുന്നു എടുത്തത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവസാനം നമ്മൾ ആ എടുക്കുന്ന കടയിൽ അവരടുത്ത് പറഞ്ഞ് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്ത് കൊടുത്ത് അവരങ്ങനെ തുറന്നു തന്നാണ് നമ്മൾ സാധനം എടുത്തത്. നമ്മൾ ആ നട്ട്സ് വെച്ചിരുന്ന ആ ഒരു ട്രെയിലും ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ഒരു സൈഡിലുണ്ടായിരുന്ന നെറ്റ് മുഴുവൻ മാറ്റിയിട്ട് വാൾനട്ടായിരുന്നു അവിടെ കൊടുത്തത്. അപ്പോൾ അതും ഫുള്ളും അഴിച്ച് പണിത് ഒന്നേന്ന് കവർ ചെയ്ത് അങ്ങനെ വീണ്ടും നട്ട്സും പെർഫ്യൂമും ഒക്കെ മാറ്റിയെടുത്തിട്ട് അഡീഷണൽ നമ്മൾ വീണ്ടും 2 ട്രേ ചോക്ലേറ്റ് കൂടി അഡീഷണൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 3500 രൂപയുടെ അടുപ്പിച്ച് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ രണ്ടാമത്തെ ഹാമ്പറിൽ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള സാധനങ്ങളും ഇതായിരുന്നു ആദ്യം ചെയ്ത് കൊടുത്തത്. പിന്നെ അഡീഷണൽ രണ്ടാമത് ഈ ഒരു സെറ്റ് കൂടി ചെയ്ത് കൊടുത്തു. ടോട്ടൽ 15000 രൂപയുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തെറ്റിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.